നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ രണ്ട് പൊട്ടൻഷ്യൽ സർഫസുകൾ കൺസിഡർ ചെയ്യുവാണ്. ഇതൊരു സർഫസ്. ഓക്കെ. അപ്പൊ ഇത് ഞാൻ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ 3 ഡയമെൻഷണൽ രീതിയിലൊന്നും വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ക്ലാരിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഇതാണ് ആദ്യത്തെ നോട്ട്ബുക്ക് എന്ന് വിചാരിക്കുക. അതിന്റെ മേളിലോട്ട് അടുത്ത നോട്ട്ബുക്ക് വെക്കുക. ഇവർ വളരെ ക്ലോസ് ആയിട്ടായിരിക്കണം വെക്കണത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നല്ലൊരു 1 സെന്റിമീറ്ററോ വല്ലതായിരിക്കും അല്ലേ? അപ്പൊ അത് മനസ്സിലായോ? ആദ്യം ഒരു നോട്ട്ബുക്ക് എടുക്കുക, അതിന്റെ മേളിലോട്ട് അടുത്ത നോട്ട്ബുക്ക് വെക്കുക. അവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, ഒരു 1 സെന്റിമീറ്റർ. ഓക്കെ, വളരെ ചെറിയ ഡിസ്റ്റൻസ്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ DR എന്ന് എഴുതാൻ പോവാം. എളുപ്പത്തിന് വേണ്ടി DR എന്ന് എഴുതുവാണ്. ഓക്കെ. ഇനി രണ്ട് സർഫസുകളുണ്ട്. ഈ ഒന്നാമത്തെ സർഫസിന് ഞാൻ A എന്ന് കൊടുക്കുവാണ്, രണ്ടാമത്തെ സർഫസിന് B എന്ന് കൊടുക്കുക. ഈ ഒന്നാമത്തെ സർഫസിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിന് ഞാൻ ക്യാപിറ്റൽ എടുത്ത് V അങ്ങ് കൊടുത്തു. ഇനി രണ്ടാമത്തെ സർഫസിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, ഇവർ തമ്മിൽ ഈ ഒന്നാമത്തെ പൊട്ടൻഷ്യലിന്റെ തൊട്ട് മേളിലായിട്ടാണ് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ ഇരിക്കുന്നത്, രണ്ടാമത്തെ സർഫസ് ഇരിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസും വളരെ ചെറുതായിരിക്കും. എയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റിനെ കൊണ്ടുവരാൻ അത്ര വലിയ പൊട്ടൻഷ്യൽ ഒന്നും വേണ്ടി വരത്തില്ല, വലിയ വർക്ക് ഡൺ ഒന്നും ചെയ്യേണ്ടി വരില്ല, അത്രയും ചെറിയ ഡിഫറൻസ് ആണല്ലോ. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഞാൻ V പ്ലസ് dV എന്ന് കൊടുക്കും. അതിന്റെ dV ഡെറിവേറ്റീവ് dV എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ഡിഫറൻസ് ആണെങ്കിൽ ചെറിയൊരു വേരിയേഷൻ അത് കാണിക്കാനാണ് നമ്മൾ D കൊടുക്കുന്നത് അല്ലെ, ഡിഫറൻഷ്യൽ കൊടുക്കുന്നത്. അപ്പൊ V പ്ലസ് dV എന്ന് പറയുമ്പോൾ ഇത് 10 ആണെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു 10.001 അങ്ങനെ വളരെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ ഈ രണ്ട് പൊട്ടൻഷ്യലുകൾ തമ്മിൽ. സോ ഞാൻ ഒന്നിന് V എന്നും രണ്ടാമത്തേന് V പ്ലസ് dV എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോവാം. VV മൈനസ് VA എന്ത് വരും? V പ്ലസ് dV മൈനസ് V. V മെയിൻ ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എന്തുണ്ട്? dV. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? dV. ഇനി നമ്മൾ വർക്ക് ഡൺ, പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇൻ ടേംസ് ഓഫ് വർക്ക് ഡൺ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? VB മൈനസ് VA എന്ന് പറയുന്നത് W/Q ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടുത്തെ കേസിൽ ഡിഫറൻസ് വളരെ ചെറുതായതുകൊണ്ട് ഞാൻ dW/dW എന്ന് അങ്ങ് കൊടുക്കും. പൊട്ടൻഷ്യൽ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മൾ കണ്ടുപിടിച്ചത് dV എന്നാണ് അല്ലേ? ഓക്കെ. ഇപ്പൊ dW/Q ഈക്വൽ ടു dV എന്ന് പറഞ്ഞപ്പോ കിടക്കുവാണ്. അപ്പൊ ഈ വർക്ക് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് വർക്ക് എടുക്കാൻ പോകുന്നത്? DW എന്ന് പറയുന്ന വർക്കാണ്. കാരണം ഈ പോയിന്റിന് ഇപ്പുറത്തോട്ട് ഒന്ന് ചാടിച്ചാൽ മതി, അതിന് ഇത്രമാത്രം വർക്കൊന്നും വേണ്ട. അപ്പൊ DW എന്ന് കൊടുക്കുകയാണ്. ഇനി DW കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. DW ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ വെച്ച് തന്നെ എഴുതാം. F.dr. ഡോട്ട് മാറ്റുമ്പോൾ എന്താകും? FDR കോസ് തീറ്റ. ഓക്കെ. ഇനി എഫിന് പകരം ഞാൻ QE എന്ന് കൊടുക്കുക. കുഴപ്പമുണ്ടോ? F is equal to QE നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതല്ലേ? QE dr കോസ് തീറ്റ. ഇത് ഇങ്ങോട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പൊ എന്ത് വരും? DWന് പകരം QE dr കോസ് തീറ്റ ഡിവൈഡഡ് ബൈ Q ഈക്വൽ ടു dV. Qയും Qയും ക്യാൻസൽ ആയിപ്പോയി. EDR കോസ് തീറ്റ. ഈ തീറ്റ എന്താണ്? ഇയുടെയും DRന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? നോർമൽ ടു ദ സർഫസ് ആയിരിക്കും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മുകളിലോട്ട്. ഇനി DR നമ്മൾ എങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്? ഇതാണല്ലേ DR എന്ന് പറയുന്നത്, ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. നമ്മൾ എങ്ങോട്ടാണ് ഡിഫറൻസ് എടുത്തത്? ഈ വലിയ പൊട്ടൻഷ്യലിന് ചെറുതിലേക്കല്ലേ? അപ്പൊ V പ്ലസ് dVക്കും Vയുടെ ഇടയ്ക്കുള്ള ഡിഫറൻസ് അല്ലേ ഞാൻ എടുത്തത്? DR. ഓക്കെ. അപ്പം DRന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്? താഴത്തോട്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? മേളത്തെ പൊട്ടൻഷ്യൽ മൈനസ് താഴത്തെ പൊട്ടൻഷ്യൽ, ഈ ഡിസ്റ്റൻസ് എടുക്കുന്ന നമ്മൾ മേലിൽ നിന്ന് താഴത്തോട്ടാണ്. അപ്പം DRന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? താഴത്തോട്ടായിരിക്കും. അപ്പൊ ഈ മുകളിലോട്ടും DR താഴത്തോട്ടും. തീറ്റ എത്ര വരും? ഇടയ്ക്ക് വരുന്നത് 180 വരും. കോസ് 180 എത്രയാ? -1. അപ്പൊ എന്ത് വരും? മൈനസ് EDR ഈക്വൽ ടു DV. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തുവാണ്, ബാക്കി എല്ലാവരും അപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പൊ എന്ത് വരും? dV/dr. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് dV/dr. പല രീതിയിൽ ഇത് ഡിറൈവ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ NCERT ടെക്സ്റ്റിലാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ആണ് കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റയും ആ ചെറിയ ഡിഫറൻസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. കുറച്ചു മുന്നേ നമ്മൾ എന്താ പഠിച്ചത്?
പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു സിസ്റ്റത്തിനെ ഇങ്ങ് എടുക്കുവാണ്. നമുക്ക് ആദ്യം എളുപ്പത്തിന് 2 പേര് മാത്രമുള്ള ഒരു സിസ്റ്റം എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഇരിക്കുവാണ്. ഇവിടെ നിന്ന് ഒരു R ഡിസ്റ്റൻസ് മാറി P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദൂരത്തുനിന്ന് ഞാനൊരു ചാർജിനെ കൊണ്ടുവന്ന് എനിക്ക് ഇവിടെ കൊണ്ട് നിരുത്തണം. ഇവിടെ കൊണ്ട് നിരുത്തണമെങ്കിൽ, ദൂരെ ഇരിക്കുന്ന ചാർജിനെ ഇവിടെ കൊണ്ട് നിരുത്തണമെങ്കിൽ എനിക്ക് എത്ര പൊട്ടൻഷ്യൽ വേണം എന്നുള്ളതല്ല കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ Q2 എന്ന് പറഞ്ഞ ചാർജ് ഇപ്പൊ ഇവിടെ വന്നിട്ടില്ലേ? ഇവിടെ ആകെ Q1 ഉണ്ട്, ഇവിടെ P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യുമല്ലോ. ആര് മൂലം? Q1 എന്ന് പറയുന്ന ചാർജ് മൂലം. അത് എത്രയായിരിക്കും? V1 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 അറ്റ് പോയിന്റ് P. V1 is equal to എന്ത് വരും? 1/4πε0 Q1/R ആണല്ലോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1 ആണ്. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. നമുക്ക് V1 കിട്ടിയാൽ മതിയോ? പോരാ. നമുക്ക് അങ്ങാണ്ട് ദൂരെ ഇരിക്കുന്ന ഒരു ചാർജിനെ ഇവിടുന്ന് പിടിച്ചു വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. എങ്കിൽ അതിന് വേണ്ട പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ, ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി എന്താ? ആദ്യം എന്ത് കണ്ടുപിടിക്കും? നമ്മൾ വർക്ക് ഡൺ കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ എത്ര വർക്ക് ഡൺ ആണോ ആവുന്നത് എന്തായിട്ട് സ്റ്റോർ ചെയ്യും? അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോ ദൂരെ ഇരിക്കുന്ന Q2 ചാർജിനെ പിടിച്ചു വലിച്ച് ഈ പോയിന്റ് Q2 കൊണ്ടുവരണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണം? വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. V is equal to W/Q. അങ്ങനെയാണ് W is equal to എന്താ? QV ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ W is equal to QV. Q എന്ന് പറയുന്നത് നമ്മളിതേ Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ദൂരെ ഇരിക്കുവാണ്. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ ചാർജിന്റെ വാല്യൂ എത്രയാണ്? Q2. എങ്ങോട്ടേക്കാണ് കൊണ്ടുവരേണ്ടത്? P എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൊണ്ടുവരേണ്ടത്. P എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്താണ്? V1. അതെങ്ങനെ V1 ആയത്? എന്നോട് പറയാം. ഇവിടെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇരിക്കുവാണ്. ആ പോയിന്റിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് മാറി ആരിപ്പുണ്ട്? Q1 ഇരിപ്പുണ്ട്. ഓക്കെ, P എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആര് മൂലം? Q1 മൂലം. അതെത്രയാണ്? V1 is equal to 1/4πε0 Q1/R. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദൂരെ എങ്ങാണ്ടിരിക്കുന്ന Q2 എന്ന് പറയുന്ന ചാർജിനെ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവരണം. അതിന് ചെയ്യേണ്ട പൊട്ടൻഷ്യൽ എനർജി, അഥവാ പൊട്ടൻഷ്യൽ എനർജി ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ട വർക്ക് കണ്ടുപിടിക്കും. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? V is equal to W/Q ആണ്. അപ്പൊ W is equal to QV ആണ്. ആരെയാണ് കൊണ്ടുവരുന്നത്? Q2 എന്ന് പറയുന്ന ചാർജിനെയാണ്. അപ്പൊ Q2 ഇൻറ്റു ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ട് ഓൾറെഡി. ആര് മൂലം? V1 മൂലം. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? V1 ആണ്. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണേ. അപ്പൊ Q2 ഇൻറ്റു V1 എത്രയാണ്? 1/4πε0 Q1/R. അപ്പൊ കൂട്ടി എഴുതുമ്പോൾ 1/4πε0 Q1 Q2/R. സോ 2 പോയിന്റ് ചാർജ് മാത്രമാണുള്ളതെങ്കിൽ, 2 പോയിന്റ് ചാർജസ് മാത്രമാണുള്ളതെങ്കിൽ ഉള്ള സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡൺ എത്രയാണോ അത് തന്നെയായിരിക്കും. അപ്പൊ ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് W മാറ്റിട്ട് എന്ത് എഴുതാം? U എഴുതാം. ഈക്വൽ ടു Q1 Q2/R. എങ്ങനെയാണ് ഈ വർക്ക് ഡൺ പൊട്ടൻഷ്യൽ ആയത്? വർക്ക് ഡൺ എത്രയാണോ ചെയ്യുന്നത് അത് എന്തായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് 2 പോയിന്റ് ചാർജ് കഴിഞ്ഞു. ഇനി 3 പോയിന്റ് ചാർജ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്കാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.